ചിലരെങ്കിലും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇത്തരത്തിൽ ഇതിന് പുറമേയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിം അല്ലെങ്കിൽ ഒരു പാക്കിങ്ങിൽ വന്ന ഫിലിം എടുത്ത് കളയാതെ വർഷങ്ങളോളം ഉപയോഗിക്കുന്നത്. ശരിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ടി വിക്ക്? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഇത് വെക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേക്ക് ക്രാക്കോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇത് നൽകുന്നില്ല. ഇത് ജസ്റ്റ് കമ്പനി പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് പുറമേ അതായത് പാക്കിങ്ങിൽ വരുമ്പോൾ ഉള്ളൊരു സ്റ്റിക്കർ മാത്രമാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് നമുക്ക് ടി വിക്കില്ല. ഇത് മസ്റ്റായിട്ട് എടുത്ത് കളയണം. നമ്മളൊരു ടി വി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്റ്റിക്കർ എടുത്ത് കളയാതെ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേ വരയ്ക്കുമ്പോൾ ഹീറ്റ് എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതൊരു പരിധി വരെ ഈ ഷീറ്റ് ഉള്ളത് കൊണ്ട് അത് പുറത്തോട്ട് പോവാതെ ഡിസ്പ്ലേ വരാൻ ചെറിയ രീതിയിൽ ചാൻസ് ഉണ്ട്. ഇത് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരുന്നതല്ല, ഗ്രാജുവലി എപ്പോഴെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കമ്പനി പാക്കിങ്ങിന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല. ഇത് ആ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റിമൂവ് ചെയ്ത് മാറ്റേണ്ടതാണ്. ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഡയനോറ എന്ന ബ്രാൻഡിൻ്റെ 32 ഇഞ്ച് DN-3201 എന്ന മോഡലിൻ്റെ പാനൽ കംപ്ലൈൻ്റ് ആണ്. അതായത് പിക്ചറില്ലാത്ത ഒരു കംപ്ലൈൻ്റ് ആണ്. മുമ്പ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയായിരിക്കാം എന്തുകൊണ്ടാണ് ഇത്രയും പാനൽ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് ഇതിനകത്തായല്ലോ. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നുമായിരിക്കും. അതിലുള്ള ഉത്തരം ഇതാണ്. അതായത് ഇപ്പോൾ വരുന്ന ടി വികളിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന ഡിസ്പ്ലേക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോസ് കുറച്ച് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അത് പലതും ഒരുപാട് കമ്പനികൾ പല ടൈപ്പുള്ള അത് ഒരുപാട് ഫീച്ചേഴ്സുള്ള ടി വികൾ ഇറക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഏത് കമ്പനിയും എടുത്താലും അതിനകത്ത് ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ആ വീഡിയോസ് തന്നെ ചെയ്യാനുള്ള കാരണം. ഇവിടെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പാനലാണ്. അത് ഓഫീസറായിട്ട് കംപ്ലൈൻ്റ് ആയതാണ്. മുമ്പ് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ അതിനകത്തുള്ള ട്രാക്കുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കട്ട് ചെയ്തിട്ട് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ വീണ്ടും കംപ്ലൈൻറ്റ് വരാറുണ്ട്. അതൊരു പ്രോപ്പർ സൊല്യൂഷൻ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ നമ്മൾ വീണ്ടും അതേ ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യാതെ LG നമ്മൾ പറയാം മുമ്പത്തെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ള LG BO ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് അതിൻ്റെ ലൈഫ് എന്തായാലും ഒരു 4 to 5 years നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഈ ഡയനോറ എന്ന ബ്രാൻഡിന് മാത്രമല്ല, ഒരുപാട് ബ്രാൻഡ്സിന് ഈ സെയിം കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാത്തിനും വരുന്ന സിംഗിൾ കോഫ് പാനൽ സാംസങ്ങിൻ്റെ പാനലിൽ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലയിൻ്റ് ആണ്. ഒരു 1 year 2 yearനുള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിസ്പ്ലേ മാറി LG എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനകത്തിട്ട് കുറച്ച് കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമ്മൾ ഡിസ്പ്ലേ അതായത് ഇതിനകത്തുള്ള ഡിസ്പ്ലേ നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ പോവാണ്. ചിലർക്കെങ്കിലും തോന്നിയായിരിക്കും ഇത് പണ്ടത്തെ ഡയനോറ എന്ന ബ്രാൻഡാണോ അതോ ഇപ്പോൾ പുതിയതായിട്ടുള്ള വേറെ ബ്രാൻഡാണോ എന്നൊക്കെ തോന്നിയായിരിക്കാം. എന്നാൽ ഇത് പണ്ടത്തെ ഡയനോറ ബ്രാൻഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പുതിയൊരു കമ്പനിയാണ്. LED LCD ടിവികളിലൊക്കെ മാനുഫാക്ചർ ചെയ്ത പുതിയൊരു കമ്പനിയാണ്. പുതിയെന്ന് പറയാൻ പറ്റില്ല, കുറച്ചധികം വർഷങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ ഇവരുടെ ഈ 32 സീരീസിൽ വരുന്ന ഈ ഡിസ്പ്ലേ എല്ലാം തന്നെ വളരെ കംപ്ലയിൻറ്റ്സ് കൂടുതലാണ്. ഒരുപാട് കംപ്ലയിൻറ്റ്സുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാം. നിങ്ങളുടെ തന്നെ വീട്ടിലുള്ള ടിവികൾ ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ആയി കാണും. 1-2 തവണയൊക്കെ കംപ്ലയിൻ്റ് ആയ ടിവികളുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ കൊഡാക്ക്, തോംസൺ എന്നീ ബ്രാൻഡുകൾ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് അവർ തന്നെയാണോ ആ കമ്പനികൾ തന്നെയാണ് അത് മേക്ക് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവരുടെ ആ പേര് ലൈസൻസ് കൂടെ എടുത്തിട്ട് വേറെ കമ്പനികളാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അതുകൊണ്ട് ആ കമ്പനിയുടെ പേരുള്ളത് കൊണ്ട് ആ ടി വി നന്നായിക്കോളുന്നില്ല. അത് ഉപയോഗിക്കുന്ന പാർട്സുകൾ അല്ലെങ്കിൽ മദർ ബോർഡ്, ഡിസ്പ്ലേ എന്നിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക ആ ടിവിയുടെ ലൈഫും അതുപോലെ അത് തരുന്ന ഔട്ട്പുട്ടും. അപ്പോൾ എങ്ങനെ അത്തരത്തിലുള്ള ടിവികൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാർഡ് പാനൽ ചൂസ് ചെയ്യുക, അതുപോലെ മെറ്റൽ ബോർഡിലെ TV, അതുപോലെ കോമൺ സൈസുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സ് അവൈലബിൾ ആണെങ്കിൽ തന്നെയും കോമൺ പാർട്ടുകൾ മാത്രമാണ് കൂടുതലും ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും കമ്പനി തന്നെ അത് കൂടുതലും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാതെ ഇടയിൽ വരുന്ന സൈസുകൾ അതായത് 49, ഇപ്പോൾ 49 കുറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ പണ്ടുണ്ടായിരുന്നതാണ് 37, അതുപോലെ 48 ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ 43, അതുപോലെ 50, 55 ഒക്കെയാണ്. ഇവിടെ നമ്മൾ LG ഡിസ്പ്ലേ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പിക്ചറിൽ ഗ്രെയിൻസ് ഉണ്ട്. അതായത് അത് കറക്റ്റ് അല്ല. അതായത് മാപ്പിങ്ങും വ്യത്യാസമുണ്ട്. പിന്നെ അത് ഇൻവേർട്ടഡ് ആണ്. അതായത് തലകുത്തനെയാണ് പിക്ചർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് സർവീസ് മോഡിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ റിമോട്ട് അത് സർവീസ് മോഡ് എടുക്കുമ്പോൾ അത് വരുന്നില്ല. ഇൻപുട്ട് 2580, അതുപോലെ ഇൻപുട്ട് 1147 ഒക്കെയാണ് ഇതിൻ്റെ സർവീസ് കോഡ് നമ്പേഴ്സ്. ഇതൊന്നും ടൈപ്പ് ചെയ്തിട്ടൊന്നും വരുന്നില്ല. ഇത്തരത്തിലുള്ള കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ടേക്ക് ഓൺ ബോർഡിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തി, പ്രോഗ്രാമിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ടേക്ക് ഓൺ ബോർഡ് വരുന്നുണ്ട്. ഈ LG പാനലിൽ ഇപ്പോൾ വരുന്ന പാനൽസിനെല്ലാം വേറെ പുറമേയുള്ള കമ്പനികൾ ഇറക്കുന്ന ടേക്ക് ഓൺ ബോർഡാണ്. ആ ടേക്ക് ഓൺ ബോർഡിനകത്ത് നമുക്ക് ഈ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. പകരം ഇതിനകത്തുള്ള LGയുടെ ആദ്യം ഇറക്കിയിരിക്കുന്ന ആദ്യത്തെ ടൈപ്പ് ടേക്ക് ഓൺ ബോർഡ് തന്നെ ഇതിനകത്ത് വേണം. ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇനി ഫ്രെയിം റീഫിക്സ് ചെയ്ത് എന്തായാലും ബാക്കി വർക്കെല്ലാം നമ്മൾ ടേക്ക് ഓൺ ബോർഡിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് സ്ക്രൂ എല്ലാം ചെയ്ത് റീഫിറ്റ് ചെയ്യാൻ പോവാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് സാംസങ്ങിൻ്റെ സിംഗിൾ കോഫി പാനൽ കൂടുതൽ കമ്പനികളും ഉപയോഗിക്കുന്നത് വെച്ചാൽ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ അതായത് വില കുറഞ്ഞ പാനലാണ് ഈ സാംസങ്ങിൻ്റെ സിംഗിൾ കോഫി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കമ്പനികൾ ഓൺലൈനായിട്ടും അത് ഓഫ്ലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഈ സെയിം ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഉള്ളിൽ തന്നെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഡയനോറ എന്ന ബ്രാൻഡിൽ ഈ സാംസങ്ങിൻ്റെ സിംഗിൾ കോഫി പാനൽ മാത്രമല്ല ചില മോഡൽസിൽ LG ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ എല്ലാ ഡിസ്പ്ലേയും കംപ്ലയിൻ്റ് ആണെന്നല്ല, ഈ സിംഗിൾ കോഫി ഇപ്പോൾ വരുന്ന ഡിസ്പ്ലേ കുറച്ചധികം കംപ്ലയിൻറ്റ്സ് ഉള്ളതാണ്. ഒട്ടുമിക്ക എല്ലാ വില കുറഞ്ഞ ടിവികളിൽ അല്ലെങ്കിൽ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. സാംസങ്ങിൻ്റെ തന്നെ ഒരു 5-6 വർഷം മുമ്പുള്ള LED ടിവികളിൽ ഉപയോഗിക്കുന്ന സിംഗിൾ കോഫി ഡിസ്പ്ലേ നല്ല ഒരുപാട് ഡിസ്പ്ലേ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് കംപ്ലയിൻ്റ് ഇല്ലാതെ ഇപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ സിംഗിൾ കോഫി ഡിസ്പ്ലേ ആണ്. അത് ആ സെഗ്മെൻറ്റിലെ ഏറ്റവും വില കുറഞ്ഞ ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് പല കമ്പനികളും അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടിവികൾ പെട്ടെന്ന് തന്നെ പാനൽ കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നാം, അപ്പോൾ ഇത്തരത്തിലുള്ള ടി വി നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് വന്ന് എന്ത് ചെയ്യും? അപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഹാർഡ് പാനലാണോ ചെക്ക് ചെയ്യാൻ പറ്റും. ചില ടിവികൾ ഓൺലൈൻ വാങ്ങിക്കുന്ന ടിവികൾക്ക് നമുക്ക് അറിയാൻ പറ്റില്ല ഏതാണ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളതിൻ്റെ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലാണെങ്കിൽ അതിൻ്റെ റിവ്യൂയുടെ സെക്ഷനോടെ നോക്കിയിട്ട് വാങ്ങിക്കുക. പല ആൾക്കാരും കംപ്ലയിൻ്റ് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട നോക്കി വാങ്ങിക്കാം. അപ്പോൾ അതും അല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിൽ കംപ്ലയിൻ്റ് ആയതിനു ശേഷം അത് റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും LG തന്നെ ഇടാൻ ശ്രമിക്കുക. അല്ലാതെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേനെ വീണ്ടും ഇടരുത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വരുന്ന ലേറ്റസ്റ്റ് ടീക്കോംബോർഡ്, അതായത് ഇതിനകത്ത് മുമ്പുണ്ടായിരുന്ന ടീക്കോംബോർഡ് അല്ല ഇപ്പോൾ LGക്ക് വരുന്നത്, വേറെ ടൈപ്പ് ടീക്കോംബോർഡാണ്. ഇതാണ് ശരിക്കും അതിന് ആദ്യം ഉണ്ടായിരുന്ന പഴയ ടൈപ്പ് ടീക്കോംബോർഡ്. ഈ ബോർഡിനകത്ത് മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ചില മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഈ മിററിങ്ങും അതുപോലെ മാപ്പിങ്ങും നമുക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതാണ് താഴെ കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വരുന്നത്. ഇതിനകത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ ടൈപ്പ് ടീക്കോംബോർഡാണ്. പഴയതാണെന്നല്ല, പഴയ ടൈപ്പാണ്. അതായത് മുമ്പ് വന്നിരുന്ന ആ ഒരു PCB ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ PCB എല്ലാം ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആ മുമ്പുണ്ടായിരുന്ന ആദ്യത്തെ ടൈപ്പ് ടീക്കോംബോർഡ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആ 8 മിനിറ്റുള്ള IC പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ പ്രോഗ്രാം എന്തിനാണെന്ന് വെച്ചാൽ പിക്ചർ ഇൻവേർട്ടഡ് ആക്കാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിൽ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്തുള്ള ഒരു റെസിസ്റ്റർ നമ്മൾ R2 എന്ന റെസിസ്റ്റർ R3 മാറ്റിയിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആവുന്ന വെച്ചിട്ടുള്ള സിമ്പിളായിട്ട് പറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അത് ഇത്തരത്തിൽ ചെയ്യുന്നവർ മാത്രമാണ് ഈ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. സാധാരണ നമുക്ക് പെട്ടെന്ന് സാധാരണക്കാരവർക്കും ചെയ്യാൻ പറ്റില്ല അത്. അപ്പോൾ അതുകൊണ്ട് സർവീസ് സെൻ്ററാണ് കൂടുതലും ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ആ ഏരിയയിൽ അത്ര ഫോക്കസ് ചെയ്ത് പറയാത്തത്. സ്ക്രൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ടീക്കോംബോർഡ് ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നല്ല ടൈപ്പ് വെച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരുപാട് പേര് ഒരേ കാര്യം തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.